ഹലോ, ജുജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ പുട്ടുമായിട്ടൊന്നല്ലേ? ഇത് സാധാരണ പുട്ടല്ല, പഞ്ഞി പോലെ ഇരിക്കുന്ന ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് പുട്ടിൻ്റെ റെസിപ്പീസാണ് ജുജുമ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. പുട്ട് ഈ വീട്ടിലെ ദേശീയ ഭക്ഷണമാണ് എന്ന് പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് സന്തോഷത്തോടെയല്ല, വിഷമത്തോടെയാണ്. അതായത് പുട്ട് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമായതുകൊണ്ട് അമ്മമാർ പുട്ട് മാത്രമേ ഉണ്ടാക്കി തരുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് പിള്ളേരെ കണ്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. പുട്ട് ഉണ്ടാക്കേണ്ട രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉള്ള ഒരു ഫുഡാണ് അല്ലേ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. പുട്ടും ചിക്കൻ കറിയും, പുട്ടും ബീഫ് കറിയും, പുട്ടും കടലയും, ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വേറെ ഏത് ഫുഡിനാണ് ഉണ്ടാവുന്നത്? അങ്ങനെ പുട്ട് വെച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള പുട്ടിൻ്റെ രണ്ട് റെസിപ്പീസാണ് ഇന്ന് ജുജുമ കാണിക്കാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ക്യാരറ്റാണ്. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഒരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് ഈ ക്യാരറ്റിനെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മസ്റ്റായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ക്യാരറ്റ് നന്നായിട്ടൊന്ന് നെയ്യിൽ ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ ക്യാരറ്റ് ഗ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുട്ടിനുള്ള പൊടി നമുക്ക് നനച്ച് വയ്ക്കാൻ പറ്റും. ഒരു ബൗളിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിലാണ് നമ്മളിത് കുതിർത്തുന്നത്. നേരത്തെ വെള്ളം ആഡ് ചെയ്ത് പോലെ ഇത് നമ്മൾ തേങ്ങാപ്പാലിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നോക്കിയിട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇത്തിരി വെള്ളം കൂട്ടി ചെയ്യുക, എന്നിട്ട് അതിനെ അടച്ചു വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതേപോലെ കറക്റ്റ് നമ്മൾ പുട്ടുണ്ടാക്കാനുള്ള പൊടിയുടെ ആ ഒരു പരുവത്തിലേക്ക് ആയി കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ നെയ്യിൽ മൂപ്പിച്ച് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം ചെറുതായിട്ടുള്ള കട്ടകൾ ഉടച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ടിട്ട് ആദ്യം തേങ്ങ ചിരവിയതിട്ട് കൊടുക്കാം. പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കില്ലേ, അപ്പോൾ ആ മാവ് കുഴയ്ക്കുന്നതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് നോക്കിയാലും പുട്ടിന് നല്ലൊരു മണവും അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇനി ഇതിനെ നമുക്ക് സാധാരണ രീതിയിൽ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലായിരിക്കും ഉണ്ടാവുക. പഞ്ഞി പോലെ എന്ന് പറഞ്ഞാൽ പഞ്ഞി പോലെ തന്നെയാണ് ഇതിരിക്കുക. അത്രയും സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. വെറുതെ കഴിക്കാം ഈ പുട്ട്. നമുക്ക് വെറുതെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വെറുതെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. നോൺ വെജ് കറികൾ എന്തെങ്കിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ചത് വെറുതെ കഴിച്ച് നോക്കും, ആ ഒരു സോഫ്റ്റ്നെസ്സും ടേസ്റ്റും അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് പിന്നെ എന്തെങ്കിലും കറി കൂട്ടിയിട്ട് കഴിക്കുന്നത്. അടുത്ത റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബീറ്റ്റൂട്ടാണ്. ഇതൊരു സുന്ദരി പുട്ടാണ് കേട്ടോ. ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ അതൊന്ന് തിളപ്പിച്ചെടുത്തു.
ഇപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന്. അത്രയേ ഉള്ളൂ കാര്യം, അത്ര ഈസിയാണ്. എന്നാൽ സാധാരണ രീതിയിൽ ഇതേപോലെയുള്ള കമൻസ് പറയുന്ന എന്നും പുട്ടാണ് എന്ന് പറയുന്നവർക്ക് നമുക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയും ആയിരിക്കും, അതേസമയം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാവുകയും ചെയ്യും. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ആറിക്കഴിയുമ്പോൾ നമുക്കിതിനെ അരിച്ചെടുക്കാം. നമുക്കിതിൻ്റെ ആ ഒരു വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊടി കുഴയ്ക്കുന്നതിലേക്ക് വെള്ളത്തിന് പകരമായിട്ട് ഈ ഒരു ചാറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് അത് റെഡ് കളറിലുള്ള പുട്ടായി മാറും. പക്ഷെ പുട്ടുണ്ടാക്കി കഴിയുമ്പോൾ അത് ഭയങ്കര റെഡ് അല്ല കേട്ടോ, അതൊരു ഡാർക്ക് ഓറഞ്ച് എന്ന് പറയുന്നൊരു ആ ഒരു ഷെയ്ഡിലേക്കാണ് വരിക. പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. 1 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഈ ബീട്രൂട്ടിൻ്റെ ചാറ് വെച്ചിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് പൊടി കുഴയ്ക്കുന്നതിലേക്ക് തേങ്ങ ചെരുവിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ടേസ്റ്റ് കിട്ടും. നോർമലി പോലെ തന്നെ ഇത് കണ്ടോ, ആദ്യം തന്നെ കുഴയ്ക്കുമ്പോൾ നമ്മൾ ഇത്രയും വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ടുപൊടി നോർമലി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അത് നല്ല ഉതിർന്ന് നമുക്ക് പുട്ടുണ്ടാക്കേണ്ട പരുവത്തിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ തേങ്ങ നമ്മൾ ഇടയിൽ ആഡ് ചെയ്യുന്ന തേങ്ങയില്ലേ അതിലേക്കാണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ പല രീതിയിലും നമുക്ക് ട്രൈ ചെയ്യാം. അതിലേക്ക് ആഡ് ചെയ്യാം, പുട്ടുപൊടിയിലേക്ക് ആഡ് ചെയ്യാം, അങ്ങനെ. ഇനി പുട്ടുകുറ്റിയിൽ ചില്ലിട്ടിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. റെഡ് കളറിലുള്ള പുട്ടുപൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ. ഇനി ഹെൽത്ത് വൈസ് ആണെന്നുണ്ടെങ്കിലും ബീട്രൂട്ട് എന്ന് പറയുന്നത് അത്രയും ഹെൽത്തി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ഈ 2 ടൈപ്പിലും നിങ്ങൾ പുട്ടുണ്ടാക്കി നോക്കുക. എന്നിട്ട് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. ഏത് ടൈപ്പിലാണ് ഇഷ്ടപ്പെട്ടത്, ടേസ്റ്റ് വൈസും അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കൊണ്ടും എന്താണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ഉറപ്പായിട്ടും അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് അതിന് അഭിപ്രായം പറയണം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്